ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി ഞാനൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യാനുള്ള ബോട്ടിലൊക്കെ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ബിയർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് ഈർക്കിലി വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ചധികം ഈർക്കിലി ഇതുപോലെ ഒരേ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ബോട്ടിലിൻ്റെ വലുപ്പത്തിലാണ് ഈർക്കിലി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈർക്കിലി ഓരോന്നായിട്ട് ബോട്ടിലിൻ്റെ പുറത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈർക്കിലി ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഈർക്കിലി ബോട്ടിലിന് ചുറ്റും അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. കുറച്ചധികം ഈർക്കിലി വേണ്ടി വരും കേട്ടോ. കുറച്ച് ടൈമും എടുക്കും ഓരോന്നോരോന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിച്ചെടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഈർക്കിലി ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഈർക്കിലിൻ്റെ അടിവശം ഇല്ലേ, അത് ആ ബോട്ടിലിൻ്റെ കറക്റ്റ് ഒരു ലെവലിൽ വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ഈർക്കിലി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ച് കൊടുത്തുകൊണ്ട് ഈർക്കിലിയുടെ പുറത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഗ്ലൂ ഒക്കെ ഇരിപ്പുണ്ട്. അത് നമുക്ക് ക്ലിയർ ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ചരടെടുത്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചരട് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ചരട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അതിന് പകരം ചരട് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റിലൊന്ന് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഈർക്കിലി ഫുൾ ഒട്ടിച്ച് കൊടുത്തത്. അത് ചിലപ്പം നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ആ ബോട്ടിലിൽ നിന്ന് വിട്ടു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ചരട് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കുറച്ച് മുകളിലും അതേ ചരട് കൊണ്ട് തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈർക്കിലിയുടെ ഏറ്റവും മുകൾ ഭാഗം ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ബോട്ടിലിൽ നിന്ന് വേർപെട്ട് തന്നെ നിൽക്കുവാണ്. അപ്പം ഞാൻ ആ ഭാഗം ഇതുപോലെ ചരട് വെച്ചിട്ടൊന്ന് ടൈറ്റിൽ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊന്ന് കെട്ടിക്കൊടുക്കുക, ചിലപ്പോൾ ഈർക്കിലി ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈർക്കിലി കെട്ടിക്കൊടുക്കാനായിട്ട്. പിന്നെ ഈർക്കിലി കെട്ടിക്കൊടുക്കുമ്പം നമ്മൾ ബോട്ടിലൊട്ടും കാണാത്ത രീതിയിൽ മുകൾ ഭാഗം നന്നായിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ ബോട്ടിൽ ചരടൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ മെറ്റാലിക് കളർ വെച്ചിട്ടാണ് ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. മെറ്റാലിക് കളർ തന്നെ വേണമെന്നില്ല, റെഡോ ബ്ലാക്കോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഗോൾഡൻ കളറോ സിൽവർ കളറോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കാണാനായിട്ടും ഭംഗിയുണ്ടാവും കേട്ടോ. അതും അല്ലെങ്കിൽ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിന് മുകളിൽ ഗോൾഡൻ കളർ വെച്ചിട്ട് ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അപ്പോഴും കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡൻ്റെ ബീഡ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആ ചരട് ഒട്ടിച്ച് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ താഴെ മുകളിലും ഒക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ചരടിൻ്റെ മുകളിലായിട്ട്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പം ഇതുപോലെ ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബീഡ്സ് ഒന്ന് വെറുതെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ബീഡ്സൊക്കെ ഒട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് മഞ്ചാടിക്കുരുവും കൂടെ ഞാൻ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്ക് ആ ഈർക്കിലി ഒട്ടിച്ച് കൊടുത്ത ഭാഗം പ്ലെയിൻ ആയിട്ട് കിടന്നപ്പോൾ അത്ര ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറത്ത് ഇതുപോലെ മഞ്ചാടിക്കുരു ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മഞ്ചാടിക്കുരു ഇല്ലെങ്കിൽ അതിന് പകരം ചെറിയ ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഈർക്കിലി കൊണ്ടുള്ള ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈർക്കിലി വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.